മത്സ്യബന്ധന രംഗത്തും തീരസുരക്ഷയിലും തീരവാസികളുടെ അഭിപ്രായം തേടിയ ശേഷം നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി ജോർജ് കുര്യൻ. ഇതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ തീരമേഖലയിൽ 400 കിലോമീറ്ററിലധികം ഭാഗത്താണ് തീർത്തും കടൽഭിത്തി ഇല്ലാതായത്. മഴക്കാലമായതോടെ സംസ്ഥാനത്തെ തീരദേശ മേഖല കടുത്ത ആശങ്കയിലാണ്. ശക്തമായ കടൽഭിത്തിയില്ലാത്തതും കടുത്ത തീരശോഷണവും നൂറുകണക്കിന് കുടുംബങ്ങളെയാണ് ഓരോ വർഷവും ഭവനരഹിതരാക്കുന്നത്. ആയിരക്കണക്കിന് വീടുകൾ ഏതു നിമിഷവും കടലെടുക്കാവുന്ന അവസ്ഥയിലുമാണ്. മാറി മാറി സംസ്ഥാനം ഭരിച്ചവർ തീരമേഖലയോട് കാട്ടിയ അവഗണനയിൽ പൊറുതിമുട്ടിയ കടലിന്റെ മക്കൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് കേന്ദ്ര ഫിഷറീസ് ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി ജോർജ് കുര്യന്റെ വാക്കുകൾ. തീരമേഖലയിലെയും മത്സ്യബന്ധന മേഖലയിലെയും പ്രശ്നങ്ങൾക്ക് പ്രശ്നബാധിതരുമായി കൂടിയാലോചിച്ച് പരിഹാരം കാണുമെന്നും വകുപ്പുകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയതായും ജോർജ് കുര്യൻ പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വികസനത്തിൻ്റെ ഏത് കാര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങളാണ്. അവരുടെ അഭിപ്രായം ക്ഷണിച്ചിട്ടുണ്ട്. ആ അഭിപ്രായവും അതോടൊപ്പം തന്നെ വിദഗ്ധ അഭിപ്രായവും നമ്മൾ പരിഗണിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കും. അല്ല, അതിനെപ്പറ്റി ഞാൻ ഒഫീഷ്യലായിട്ടുള്ള നോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് എന്നുള്ളത്. അത് പഠിച്ചതിന് ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കും. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിയമങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് സഹായകരമായ വിധത്തിൽ പരിഷ്കരിക്കണമെന്നും യാനങ്ങളുടെ നികുതിയും ഫീസും ഇളവ് ചെയ്യാനുള്ള നടപടിയും ഹാർബറുകളുടെ നവീകരണവും മത്സ്യത്തൊഴിലാളികളുടെ ദീർഘനാളായുള്ള ആവശ്യങ്ങളാണ്. ഇതിലെല്ലാം അനുകൂലമായ നടപടി ഉണ്ടാവുമെന്ന പ്രതീക്ഷയാണ് ജോർജ് കുര്യന്റെ വാക്കുകൾ നൽകുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.